കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഇയ്യക്കാട്ട് വയോധികയുടെ വീട് തകർന്നു വീണു. വീടിനകത്തുറങ്ങുകയായിരുന്ന അപ്യാൾ ദേവകിയും മകളും കുടുംബവുമാണ് തല നാഴിലേക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. ദേവകിയുടെ വീടിന്റെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ഭാഗം ചൊവ്വാഴ്ച രാത്രി 11:30 കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നു വീണത്. ഉറക്കത്തിൽ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാർ വീടിന്റെ മറ്റു ഭാഗത്തേക്ക് കൂടി പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂരയിലെ കഴുക്കോലുകളും ഓടുകളും പട്ടികയും ഒടിഞ്ഞ് വീഴുകയായിരുന്നു. വീടിന്റെ ചുമർ പിളർന്ന നിലയിലാണുള്ളത്. ദേവകിയും മകൾ സനിതയും സനിതയുടെ മകൻ +1 വിദ്യാർത്ഥി സുരേഷ് എന്നിവരുമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, പഞ്ചായത്ത് അംഗം M രാമചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, CMP സംസ്ഥാന കമ്മിറ്റി അംഗം EV ദാമോദരൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ശ്രീധരൻ, സെക്രട്ടറി V മനോഹരൻ, വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ R മധുസൂദനൻ തുടങ്ങിയവർ വീട് സന്ദർശിച്ചു. 11:30 അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് തുറക്കാൻ പറ്റാതെ ഭാഗത്തേക്ക് അന്നേരം ബാക്കിൽ പെട്ടെന്ന് വീണ അങ്ങനെ വീണ് പൊട്ടുന്ന വെച്ച് പുറത്തേക്ക്. ആരൊക്കെ ഉണ്ടായിരുന്നു അന്നേരം വീട്ടിൽ? ഞമ്മ 3 ആളുണ്ടാവും. ഉണ്ടായിരുന്നു സമയത്ത്. പ്രളയമരത്താണ് കിടക്കുന്നത്. ശരി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.